ഇപ്പം നമുക്ക് രണ്ടുപേർക്കും ക്യാൻസർ വന്നാലും ഒരേ അവയവത്തിൽ ഒരേപോലെ വന്നാലും രണ്ടുപേരുടെയും ട്രീറ്റ്മെന്റ് വ്യത്യാസമായിരിക്കും. അസുഖത്തിന്റെ അനുസരിച്ച്, സ്റ്റേജ് അനുസരിച്ച്, അതിന്റെ ട്യൂമർ ഫീച്ചേഴ്സ് അനുസരിച്ച് അത് ഏത് ട്രീറ്റ്മെന്റ് ആണെന്നുള്ളത് യൂഷ്വലി ഏറ്റവും കോമൺ ആയിട്ട് സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി. ഫാസ്റ്റ് ആയിട്ട് ഏറ്റവും ടേൺ ഓവർ വരുന്ന എവിടെയാണ്? നമ്മുടെ പുറമേ ഉള്ളത്, രോമം വളർച്ചയുള്ളത്. അപ്പം ഈ കണ്ണിന്റെ ഇവിടുത്തെ, വായിലെ തൊലി, ഇതൊക്കെയാണ് എപ്പോഴും ഡിവൈഡ് ചെയ്ത് പുതിയതായിട്ടുണ്ടാകുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഡാമേജ് ഉണ്ടാവും. മൊബൈൽ ഫോൺ ആൾക്കാർക്ക് പേടിയുള്ളതാണ്. ഒരു രീതിയിലും അത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നില്ല. ബേസിക്കലി അതൊരു അപകടകാരിയാണ്. നമ്മളിപ്പോൾ ചിലരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ന്യൂ സ്മോക്കിംഗ് എന്നാണ്. ഡോക്ടർ, ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ക്യാൻസറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നോക്കുവാണെങ്കിൽ നമ്മൾ നോർമലി ഇപ്പോൾ പറയുന്നത് കീമോ അല്ലെങ്കിൽ റേഡിയേഷൻ, പിന്നെ ഇപ്പോൾ പുതിയതായിട്ടുള്ള ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്, പിന്നെ മെഡിസിൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ക്യാൻസറുകൾക്കും നമ്മൾ ഈ ഒരു സെയിം പ്രോസസ്സാണോ അതോ ഓരോ അവയവങ്ങൾ വ്യത്യാസപ്പെടുത്തിയാണോ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്? നമ്മുടെ ആധുനിക ക്യാൻസർ ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മളതിന് പേഴ്സണലൈസ്ഡ് മെഡിസിൻ അല്ലെ, ഇൻഡിവിജ്വലൈസ്ഡ് മെഡിസിൻ ആണ്. ഇപ്പം നമുക്ക് രണ്ടുപേർക്കും ക്യാൻസർ വന്നാലും രണ്ടുപേർക്കും ഒരേ അവയവത്തിൽ ഒരേപോലെ വന്നാലും രണ്ടുപേരുടെയും ട്രീറ്റ്മെന്റ് വ്യത്യാസമായിരിക്കും. നമ്മൾ ഇപ്പം ഒരു ട്യൂമറിനെ നമ്മൾ ബയോപ്സി എടുത്ത് അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം മനസ്സിലാക്കി അതിൻ്റെ കുറേ ബയോളജിക്കൽ മാർക്കേഴ്സ് നമ്മൾ മനസ്സിലാക്കും. ഇത് ഇത്ര ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യും, ഇതിൻ്റെ ബിഹേവിയർ എങ്ങനെയൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കും. അതിനുശേഷം ആൾക്കുള്ള ഒരു ടൈലർ മെയ്ഡ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പം നമ്മൾ ഒരേപോലെ ഉള്ള 10 പേര് വന്നാലും 10 പേർക്കും ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കും. നമ്മളതിനാണ് പേഴ്സണലൈസ്ഡ്. അതിനിപ്പോ ഒരാൾക്ക് തന്നെ എല്ലാവർക്കും തന്നെ കീമോ വേണമെന്നില്ല, ചിലർക്ക് റേഡിയേഷൻ മതിയായിരിക്കും, അങ്ങനെയാണോ? അസുഖത്തിന്റെ അനുസരിച്ച്, സ്റ്റേജ് അനുസരിച്ച്, അതിന്റെ ട്യൂമർ ഫീച്ചേഴ്സ് അനുസരിച്ച് അത് ഏത് ട്രീറ്റ്മെന്റ് ആണെന്നുള്ളത് യൂഷ്വലി ഏറ്റവും കോമൺ ആയിട്ട് സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഇത്രയാണ് നമ്മളുള്ളത്. അതിന്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് മാറിക്കൊണ്ടിരിക്കും. ചിലർക്ക് ഒരു ട്രീറ്റ്മെന്റ് മതിയാവുമായിരിക്കും, ചിലർക്ക് ഈ എല്ലാ ട്രീറ്റ്മെന്റും വേണ്ടി വരും. അത് ഈ ട്യൂമർ ഫീച്ചേഴ്സ്, അയാളുടെ സ്റ്റേജ്, ആരോഗ്യം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് ആണ് ഇപ്പം. ഇപ്പൊ കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ എല്ലാം മുടി പോകുന്ന ഒരു അവസ്ഥ, അത് എന്താ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സിൽ കൂടെ ഒരാളുടെ ബോഡിയിൽ സംഭവിക്കുന്നത് ഈ കീമോതെറാപ്പി ചെയ്യുമ്പോൾ? അത് എന്താണെന്ന് പറയാം, കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെൽസിനെയാണ് പ്രധാനമായിട്ടും ഇത് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി ഡിവൈഡ് ചെയ്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, കാരണം ക്യാൻസർ കോശങ്ങൾ പെട്ടെന്ന് വളരുന്നുള്ള, അപ്പോൾ അതിൽ ആ ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന കോശങ്ങളെ നശിപ്പിക്കുന്നതോടൊപ്പം അതുപോലെ ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്മുടെ കോശങ്ങളും നശിച്ചു പോകും. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് ഏറ്റവും ടേൺ ഓവർ വരുന്ന എവിടെയാണ്? നമ്മുടെ പുറമേ ഉള്ളത്, രോമം വളർച്ചയുള്ളത്. അപ്പം ഈ കണ്ണിന്റെ ഇവിടുത്തെ, വായിലെ തൊലി, ഇതൊക്കെയാണ് എപ്പോഴും ഡിവൈഡ് ചെയ്ത് പുതിയതായിട്ടുണ്ടാകുന്നത്. അപ്പോൾ അവിടെ എല്ലാം ഡാമേജ് ഉണ്ടാവും. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ മുടിയും. അതുകൊണ്ടാണ് നമ്മുടെ മുടിക്ക്, പിന്നെ ഈ തൊണ്ട, അതുപോലെ ത്രോട്ടിനും ഒക്കെ ഇതുപോലെ. അല്ല, അതാ പറഞ്ഞത്, നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ മ്യൂക്കോസാണ് ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉള്ളത്. കാരണം എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുക, അവിടെ ഡാമേജ് ഉണ്ടാകുന്നതുകൊണ്ട് അത് എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാസ്റ്റ് ഡിവൈഡിങ് ആയിട്ടുള്ള ഏരിയ അവിടെയൊക്കെ ഈ. അതെ, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്ന നമ്മുടെ ബാക്കിയുള്ള കോശങ്ങൾ, സെൽസും ഈ ഒരു ഇതോടുകൂടി നശിച്ചിട്ട് പിന്നെ രണ്ടാമത് റീജനറേറ്റ് ചെയ്യാൻ എല്ലാം പോകത്തില്ല. ഇതുപോലെ ഫാസ്റ്റ് ഡിവൈഡിങ് കോശങ്ങൾ പോകും കുറെ. അതാണ് നമ്മുടെ കീമോതെറാപ്പിയുടെ സൈഡ് എഫക്ട് വരുന്നത്. ഇപ്പൊ ഈ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഈ സെയിം പ്രോസസ്സ് തന്നെയാണോ അതോ ടാർഗറ്റ് ചെയ്ത ആ ഒരു ഏരിയ? റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിലാണ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ ബ്രസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ത്രോട്ട് ആണെങ്കിൽ അത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് പ്ലാനിങ് വെച്ചിട്ട് ആ ഒരു സ്പെസിഫിക് ഏരിയ മാത്രമേ ടാർഗറ്റ് ചെയ്യൂ. അപ്പൊ അത് എന്ത് കൈൻഡ് ഓഫ് ക്യാൻസറിൽ അങ്ങനെ ഇപ്പൊ ഒരു റേഡിയോ, ഇപ്പൊ സാർ പറഞ്ഞു പേഴ്സണലൈസ്ഡ് ആണെന്ന് പറഞ്ഞാലും, പക്ഷെ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ചെറിയ ഒരു, ഫോർ എക്സാമ്പിൾ ലങ്സിലാണെങ്കിൽ ലങ്സിന്റെ ആ ഒരു സ്പോട്ടിൽ മാത്രം കൊടുക്കുന്നതാണോ നമ്മൾ റേഡിയേഷൻ? അപ്പൊ അവിടെ നമ്മൾ കീമോ കൊടുക്കില്ല? അല്ല, അത് കോമ്പിനേഷൻസ് ആവാം. ക്യൂറേറ്റീവ് ആയിട്ടെന്ന് പറയും. നമ്മൾ റേഡിയേഷൻ മാത്രം കൊടുക്കുന്ന ചില വോക്കൽ കോഡിന്റെ ട്യൂമർ, നമ്മുടെ ശബ്ദത്തിന് വരുന്ന വോക്കൽ കോഡിന് വരുന്ന ട്യൂമർ എന്ന് വിചാരിച്ചാൽ അതിന്റെ ഏറ്റവും ഐഡിയലായിട്ട് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന റേഡിയേഷൻ. അപ്പോൾ അതവിടെ മാത്രം കൊടുക്കും. അതുപോലെ തന്നെ ഈ സെർവൈക്കൽ ക്യാൻസറിന്റെ ചില പ്രത്യേക സ്റ്റേജസിന് നമ്മൾ ഡിസ്കസ് ചെയ്തത്, അതിനൊക്കെ പ്രൈമറി റേഡിയേഷൻ മാത്രം മതിയാവും. ചില ഹെഡ് ആൻഡ് നെക്കിലെ ക്യാൻസേഴ്സിന് റേഡിയേഷൻ മാത്രം മതിയാവും. അങ്ങനെ സ്പെസിഫിക് ആണ്. അല്ലാത്ത സമയത്ത് നമ്മൾ സർജറിക്ക് ശേഷം ബാക്കിയുള്ള ബ്രസ്റ്റിനൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കും. ഇപ്പൊ ഈ സർജറി ചെയ്ത്, ഇപ്പൊ ഡോക്ടർ ഇപ്പോൾ ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആണല്ലോ, അപ്പൊ സർജറി ചെയ്ത് നമ്മൾ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ക്യാൻസർ ഒക്കെ ഏതൊക്കെ പാർട്ടുകളിലാണ് വരുന്നത്? സോളിഡ് ട്യൂമേഴ്സ് നമ്മൾ പറയും. സോളിഡ് കട്ടിയുള്ള, അതായത് മുഴകളായിട്ട് വരുന്ന അല്ലെങ്കിൽ അൾസർ ആയിട്ട് വരുന്ന എല്ലാ ട്യൂമറിനും ഏതെങ്കിലും ഒരു സമയത്ത് സർജറി ആവശ്യമായിട്ട്. ഓക്കെ. അപ്പം ഈ കുഞ്ഞായിട്ട്, അതായത് എങ്ങനെ സ്പ്രെഡ് ആയിട്ട് വരുന്നതിന് ചെയ്യാൻ പറ്റില്ല, അതായത് ലങ്സിന്റെ ഉള്ളിൽ പറ്റില്ല? നമുക്ക് സർജറി, ക്യാൻസറിന് സർജറി ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ? നമ്മൾ ആ സർജറി കൊണ്ട്
ആ ട്യൂമർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ എടുക്കണം. പറ്റുമെങ്കിലേ ആ, നമ്മൾ സർജിക്കൽ അറ്റംപ്റ്റ് നടത്തുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള എക്സാമ്പിൾസ് അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ, കോളോറക്ടൽ ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ, ലങ് ക്യാൻസർ, അങ്ങനെ പിന്നെ അത് ഇവിടെ വരുന്ന നമ്മുടെ തൊലിപ്പുറത്ത് വരുന്ന മെലനോമ അല്ലെ അൾസേഴ്സ്, അങ്ങനെ എല്ലാ മിക്കവാറും ഉള്ള കുടലിന് വരുന്ന എല്ലാ ക്യാൻസർ, പാൻക്രിയാസിന്, ലിവറിന് എല്ലാത്തിനും സർജിക്കൽ ഇതാണ്. അതായത് സോളിഡ് ട്യൂമർ, അതായത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവത്തിലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ ഫോർ വയറിലാണെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കും. അത് ഓവർക്ക് മാത്രമേ എടുക്കുള്ളൂ, അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ഏതെങ്കിലും ഒരു ഏരിയ ലോക്കലൈസ്ഡ് ആണെങ്കിൽ മാത്രമേ. ഇപ്പൊ ഈ സർജിക്കൽ ഓങ്കോളജി ചിലപ്പോൾ എത്രത്തോളം സക്സസ്ഫുൾ ആണ്? ഇപ്പം നമ്മൾ ഇതും കീമോതെറാപ്പി, റേഡിയേഷൻ എല്ലാം കൂടെ ചെയ്യുവാണോ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി ഇത് സർജറി ഇത് റിമൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്യൂർ ചെയ്യാൻ ഡിപ്പെൻസ് ഓൺ ദ സ്റ്റേജ്. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റേജ്, ബയോപ്സി റിപ്പോർട്ട് അനുസരിച്ച്. ഇപ്പം നമ്മൾ അത് മനസ്സിലാക്കുന്ന ഒരു എക്സാമ്പിൾ, ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഏർലി സ്റ്റേജ്. അപ്പം നമ്മളത് ആ മുഴയെടുക്കും, കഷത്തിലെ ലിംഫ്നോഡിലേക്ക് പോയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു ലിംഫ്നോഡ് എടുത്ത് പരിശോധിക്കും. അപ്പം നമുക്ക് ഒന്ന് സ്റ്റേജ് കൃത്യമായിട്ട് അറിയും, അതിൻ്റെ ബാക്കി വരാനുള്ള സാധ്യതകൾ നമുക്ക് മനസ്സിലാവും ഇനി മറ്റു ഭാഗത്തേക്ക്. അതനുസരിച്ച് വരാൻ സാധ്യത കൂടുതലാണെങ്കിൽ കീമോതെറാപ്പിയോ ഹോർമോൺ തെറാപ്പിയോ ടാർഗറ്റഡ് തെറാപ്പിയോ. ബ്രസ്റ്റിൽ വീണ്ടും വരാതിരിക്കാനായിട്ട് റേഡിയേഷൻ കൊടുക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് പോകുന്നത്. അത് ഓരോ അവയവത്തിന്റെ അനുസരിച്ചാണ് ഇതിന്റെ ചെയ്യുന്നത്. ഈ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഈ പുതിയതായിട്ട് ഇപ്പം നമ്മൾ കേട്ടു തുടങ്ങിയതാണല്ലോ ഞങ്ങളെല്ലാം കോമൺ ആയിട്ടുള്ള ആൾക്കാർ. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഇമ്മ്യൂണിറ്റി. നമ്മൾ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലായി, ക്യാൻസർ കോശങ്ങൾ, അതായത് ശരീരത്തിന്റെ കോശങ്ങൾ അബ്നോർമലായി അത് നമ്മുടെ ശരീരത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി അവർക്ക് പറ്റിക്കണം. അപ്പം ഒരു പ്രത്യേക കവറിങ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യും ഈ കോശങ്ങൾ. അപ്പോൾ ഇത് നമ്മുടെ ശരീരം വിചാരിക്കും ഇത് നമ്മുടെ തന്നെ ഒരു ഭാഗമാണെന്ന്. എന്നാൽ അങ്ങനെയാണ് ഇത് വളർന്നു പോകുന്നത്, അല്ലെങ്കിൽ ശരീരം നശിപ്പിച്ചു കളയും. അത് നമ്മൾ ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിച്ച് ഈ കവറപ്പ് മാറ്റിക്കളയും. അപ്പോൾ നമ്മുടെ ശരീരം തന്നെ ഈ കോശങ്ങളെ ഡിറ്റക്ട് ചെയ്യും, അവർ കണ്ടുപിടിക്കും ഇതാണ് നമ്മുടെ അബ്നോർമൽ കോശങ്ങൾ. അതാണ് അതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. ഇത് ശരിക്കും കോസ്റ്റ് ഒക്കെ ഇപ്പൊ നമ്മളൊരു ക്യാൻസറിന്റെ ഇപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണല്ലേ, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിലുള്ള എല്ലാം തീരും എന്നുള്ളൊരു അവസ്ഥയാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ്. നമുക്ക് എങ്ങനെ എത്രത്തോളം ഒരു കോസ്റ്റ് ഒക്കെ ഇതിലൊരു ഇൻഷുറൻസ് ഒക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെങ്ങനെ എത്ര കോസ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും? അത് മെയിൻലി അത് ഡിപ്പെൻസ്. ഈ എല്ലാവർക്കും ഉള്ള ഒരു ഇതാണെന്ന് ചോദിക്കുന്നത്, ക്യാൻസർ മരുന്നുകൾക്ക് ഭയങ്കര തീ വിലയാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ മരുന്നുകൾ ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി എക്സ്പെൻസീവാണ്. അപ്പോൾ നമുക്ക് നമുക്കറിയാലോ, ഒരു സംഭവം ഒരു ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്ക് അതിൻ്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്താൽ മാത്രമല്ലേ ആ ആൾ വീണ്ടും ഒരു റിസർച്ചിനോ അല്ലേ. അപ്പോൾ ആ ഹ്യൂജ് എക്സ്പെൻസസ് ആണ് ഈ മരുന്നുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്. പിന്നെ രണ്ടാമത് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ പ്രത്യേക കോൾഡ് ചെയിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വേണം ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്, ഈ മരുന്നിന് പ്രശ്നം ഉണ്ടാവാതെ. അപ്പോൾ ആ ഒരു ഇത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ നമ്പർ ഓഫ് ആവശ്യക്കാർ കുറവാണ്. നമ്മുടെ അടുത്തൊക്കെ ക്യാൻസർ വരുമ്പോൾ നമ്മൾ ഇവർക്കെല്ലാം ക്യാൻസർ എന്ന് വിചാരിക്കുമെങ്കിൽ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ നമുക്കിപ്പോൾ പാരസെറ്റമോൾ തന്നെ നമ്മൾ 1 രൂപയ്ക്കും 2 രൂപയ്ക്കൊക്കെ കിട്ടും. അതിൻ്റെ കാരണം എന്താ? നമ്മൾ എല്ലാവരും തന്നെ പാരസെറ്റമോൾ ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം കഴിക്കും. അപ്പോൾ അതുപോലെ അത് അത്രയും യൂസ് വരുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ബൾക്കായിട്ട് ഇത് ഉണ്ടാക്കാം, ബൾക്കായിട്ട് സെല്ല് ചെയ്യാൻ അവർക്ക് കോസ്റ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും. ഇതിപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സ്പെസിഫിക് മരുന്ന് വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക ഇൻഡിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ ആ മരുന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ നമ്മൾ ക്യാൻസർ വന്ന ആൾക്ക് അതുകൊണ്ട് അത് വരണമെന്നില്ല, ആ ആൾക്ക് ആ മരുന്നുകൊണ്ട് ഗുണമുണ്ടായി മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ ആ ഒരു മരുന്ന് പ്രൊഡ്യൂസ് ചെയ്തത് ചിലപ്പം ഒരു വർഷത്തിൽ 5-6 തവണയൊക്കെ ഉപയോഗിച്ചെന്ന് വരും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഇപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, പല സാഹചര്യങ്ങളിലും ഒരു 4th സ്റ്റേജ് 3rd സ്റ്റേജ് ഒക്കെ ആകുമ്പോഴാണ് ആൾക്കാർ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് ഈ ഫസ്റ്റിൽ നിന്ന് ഒരു 4th ശരിക്കും പറഞ്ഞാൽ എത്ര ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും? അത് ഡിപ്പെൻസ് ഓൺ ദ സെല്ലാണോ അതോ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് വരിക? അല്ല, നമ്മൾ ഈ ബയോളജിക്കൽ ബിഹേവിയർ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ക്യാൻസർ കോശം എത്ര ഫാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്തൊക്കെ ചേഞ്ചസ് ആണ് അതിന്റെ കോശങ്ങളിൽ വന്നിട്ടുള്ളതെന്നനുസരിച്ചാണ് അതിന്റെ വളർച്ച നിലനിൽക്കുന്നത്. ഫാസ്റ്റ് ആയിട്ട് വളരുന്നത് നമുക്ക് ഏറ്റവും നമുക്ക് ഒരു എക്സാമ്പിൾ ചില തരം ബ്ലഡ് ക്യാൻസർ, ലുക്കീമിയ എന്ന് പറയും, അത് ആഴ്ചകൾ കൊണ്ട് നമ്മൾ കീഴടക്കി നമ്മളെ വരും. മറ്റേത് ചിലത് ഇൻഡോളൻ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും, വർഷങ്ങൾ കൊണ്ട് വളർന്ന സിംറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഈ 2 എക്സ്ട്രീമും ഉണ്ട്. അപ്പൊ അത് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ. ആ ഒരു അസുഖം അങ്ങനെ ബ്ലഡ് ആകുമ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഒരു അല്ല ഞാൻ പറഞ്ഞ ബ്ലഡിലല്ല, ചില ബ്ലഡ് ക്യാൻസർ അത് ആഴ്ചകൾ കൊണ്ട് തന്നെ ആൾക്കാർ പ്രെഡിക്റ്റബിൾ അല്ല ഇതൊന്നും, അല്ലേ? ഈ ഒരു അസുഖത്തിനെ കുറിച്ച് നമുക്ക് അതിന്റെ ബയോളജിക്കൽ ബിഹേവിയർ അനുസരിച്ചിരിക്കും. ഓക്കെ. ഇപ്പൊ ഈ റഷ്യയുടെ വാക്സിൻ
ക്ലിയർ ആയിട്ട് നമുക്ക് അറിയത്തില്ല. ഒരു ക്യാൻസറിന്റെ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ന്യൂസുകൾ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ടോട്ടൽ ക്യാൻസറിനാണോ അതോ ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു? അത് തെറാപ്യൂട്ടിക് വാക്സിന്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ്. Okay. അതായത് ക്യാൻസർ വന്ന ആൾക്കാർക്കുള്ള ചികിത്സ. ഓക്കെ. അവിടെ ഇതെന്താ, അതൊരു mRNA വാക്സിനാണ്. mRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സയൻസാണ് ഇതിലും പറയാം. നമ്മുടെ ശരീരത്തിലെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ന്യൂക്ലിയസിലാണ്. ഓക്കെ. ആ ജനറ്റിക് മെറ്റീരിയലിന്റെ അവിടെ നിന്നുള്ള കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻസ് ഉണ്ടാക്കും. ഓക്കെ. ആ പ്രോട്ടീൻസ് ആണ് നമ്മുടെ സ്വഭാവം നിശ്ചയിക്കുന്നത്, നമ്മുടെ ഷേപ്പ് നിശ്ചയിക്കുന്നത്, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അപ്പം ഈ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത് ഈ ന്യൂക്ലിയസിന്റെ പുറത്തൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഈ മെസ്സേജ് എത്തണമല്ലോ, ഇന്ന സാധനമാണ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ മെസ്സേജ് ഇവിടെ നിന്നൊരു ഈ DNA കോപ്പി എടുത്ത് ഒരു കോപ്പിയാക്കി അവനെ ഈ സെല്ലിൽ ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സ്ഥലത്ത് എത്തിക്കുന്ന ഒരു സാധനമാണ് റൈബോന്യൂക്ലിയിക് ആസിഡ്. അതിനെ നമ്മൾ മെസ്സഞ്ചർ, അതാ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആ റൈബോന്യൂക്ലിയിക് ആസിഡിനെയാണ് നമ്മൾ mRNA എന്ന് വിളിക്കുന്നത്. അപ്പം ഈ mRNA വാക്സിനാണ് ഇപ്പം നമുക്കുള്ളത്. mRNAയിൽ ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബയോപ്സി എടുത്തിട്ട് ആ ക്യാൻസർ കോശങ്ങളെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഏതൊക്കെ ആൻറ്റിജൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ആൻറ്റിജൻ നമ്മുടെ ഈ mRNAയിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അപ്പം എന്നിട്ട് ഈ mRNA നമുക്ക് ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ mRNA ശരീരത്തിൽ ചെല്ലുമ്പം ഈ അപ്പോൾ സിഗ്നൽ കൊടുക്കുന്ന ഈ ഇന്ന ആൻറ്റിജൻ ഉണ്ടാക്കാന്നാണ്. അപ്പോൾ ആ ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം പ്രവർത്തിക്കും ഓട്ടോമാറ്റിക്കലി ഇതിനെ. അപ്പം ഇതുവരെ അതുവരെ ഈ ക്യാൻസർ കോശങ്ങൾ നമ്മളെ പറ്റിച്ചിരിക്കുമായിരുന്നു. കാരണം ഈ ഒരു ആൻറ്റിജൻ ഉണ്ടെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതുണ്ടെന്ന് ഇത് വന്നു കഴിഞ്ഞ് ഇതിനെതിരെ റിയാക്ഷൻ വരുമ്പോൾ എല്ലാ ക്യാൻസർ കോശങ്ങളും നശിക്കാൻ തുടങ്ങും. അത് ആക്ച്വലി ഇപ്പം എഫക്റ്റീവായി അവർ കൊടുക്കാൻ തുടങ്ങിയോ അതോ അതിന്റെ പ്രീ ക്ലിനിക്കൽ ട്രയലിലായിട്ടില്ല. ഓക്കെ. അപ്പൊ അത് പ്രീ ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാരെ അതിൽ സെലക്ട് അല്ല, ക്ലിനിക്കൽ ആൾക്കാരിൽ പരീക്ഷിച്ചിട്ടില്ല. ആൾക്കാർ പരീക്ഷിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ഡോക്ടർ, ഇപ്പം ഈ ഞാൻ പറയാം മിത്തുകൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ, എണ്ണ, ഈ റീയൂസ് ചെയ്ത എണ്ണകൾ ക്യാൻസർ ആണെന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റ് ആണോ? എങ്ങനെയാണ് അതിന്റെ? എണ്ണ നമ്മൾ റീയൂസ് ചെയ്യാൻ പാടില്ല. ഐഡിയലി എണ്ണ നമ്മുടെ കുക്കിംഗ് എഡിബിൾ ഓയിൽസ് റീയൂസ് ചെയ്യാൻ പാടില്ല. സിംഗിൾ യൂസിനുള്ള സാധനമാണ് എഡിബിൾ ഓയിൽ. പിന്നെ നമുക്കറിയാലോ, നമ്മളൊരു അത്ര സൂപ്പർ കൺട്രി ഒന്നുമല്ല, നമുക്ക് എണ്ണ അങ്ങനെ കളയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ FSSAI, അതായത് നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവർ പറയണത് നമുക്കൊരു 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം വരെ റീയൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ റീയൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തിട്ടെടുക്കുന്ന എണ്ണ കറുത്തു പോയിട്ടുള്ളതാണ് നമ്മൾ ഒരു കാരണവശാലും റീയൂസ് ചെയ്യരുത്. പിന്നെ നമ്മൾ ഈ എണ്ണ എടുത്ത് നല്ലൊരു ഏറ്റവും എന്താ പറയുക തുണിയുടെ അത്രയുള്ള ഒരു അരിപ്പ വെച്ച് അരിച്ച് അതിനകത്ത് എല്ലാം മാറ്റി പ്രകാശമേക്കാത്ത സ്ഥലത്ത് നല്ലതുപോലെ അടച്ചു വെച്ചതിന് ശേഷം അത് ചൂടാവുകയും ചെയ്തു. അങ്ങനെയുള്ള എണ്ണ 2 അല്ലെങ്കിൽ 3 വരെ ഉപയോഗിക്കുക. അതിൽ കൂടുതൽ ഉപയോഗിക്കരുത്. കാരണം ഉപയോഗിച്ചാൽ ഈ പറഞ്ഞതുപോലെ ക്യാൻസർ മാത്രമല്ല പല പല അസുഖങ്ങൾക്കും കാരണമാകും. പിന്നെ അതുപോലെ ഇപ്പൊ ഈ കോക്കനട്ട് ഓയിൽ, ഇപ്പം നമ്മൾ പറയുന്ന സൺഫ്ലവർ, കുറെ ആൾക്കാർ പറയുന്നത് കേട്ടോ, ഇപ്പൊ ഡോക്ടേഴ്സ് തന്നെ പറയുന്നതാണ് സൺഫ്ലവർ ഓയിൽ ശരിക്കും പറഞ്ഞാൽ ഈ പാം ഓയിൽ ഇതൊക്കെ ചൂടാക്കി കഴിയുമ്പോൾ അതിന്റെ ഫിസിക്കൽ, അതിന്റെ ഓർഗാനിക് ഇത് മാറിയിട്ട് ക്യാൻസറസ് ആണ്. ബെറ്റർ കോക്കനട്ട് ഓയിൽ ആണെന്ന് പറയുന്നു. നമുക്ക് അതിനെ കുറിച്ച് എങ്ങനെയാണ്? എല്ലാ ഓയിലിനും അതിൻ്റെതായ ഗുണവും ദോഷവും ഉണ്ട്. നമുക്ക് ഒരു സ്പെസിഫിക് ഒരു ഓയിൽ ഇത്ര സൂപ്പർ ഓയിലാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ബേസിക്കലി നമ്മൾ ഏത് ടൈപ്പ് കുക്കിങ്ങിനാണെന്നുള്ളത്, നമ്മൾ ഡീപ്പ് ഫ്രൈ ആണോ അതോ നമ്മൾ ഷാലോ കുക്കിംഗ് ആണോ. ഈ കോക്കനട്ട് ഓയിലും സൺഫ്ലവർ ഓയിലും ഒക്കെ നമ്മൾ ഈ ഷാലോ ഒത്തിരി ഹൈ ടെമ്പറേച്ചർ കുക്കിങ്ങിന് നല്ലതല്ല. അതിന് സ്മോക്ക് പോയിന്റ് എന്ന് പറയും, എണ്ണയുടെ സ്മോക്ക് പോയിന്റ് എന്ന് പറയും. അത് എണ്ണ ചൂടാക്കുമ്പോൾ പുക വരുന്നത്. ആ സ്മോക്ക് പോയിന്റ് അനുസരിച്ചാണ് നമ്മൾ എണ്ണയുടെ ഏത് കുക്കിങ്ങിന് അതിൽ കൂടുതൽ ടെമ്പറേച്ചറിലുള്ള കുക്കിങ്ങിന് ആ പർട്ടിക്കുലർ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അത് പ്രശ്നമാകും. അപ്പോൾ അതുപോലെ ഹൈ ടെമ്പറേച്ചർ കുക്കിങ്ങിനൊക്കെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അവക്കാഡോ ഓയിൽ അല്ല ഒലിവ് ഓയിലൊക്കെയാണ് അതിൻ്റെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഈ വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു മോഡറേറ്റ് ചൂടാക്കലിനും കുക്കിങ്ങിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ കുറെ മൈക്രോവേവിൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൈക്രോവേവും ക്യാൻസറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? മൈക്രോവേവിങ് ഫുഡ് ചൂടാക്കി കഴിക്കുന്നതിന്റെ ഓവനിൽ വെച്ചിട്ട് ചെയ്യുന്നതിൽ ഒരു ബന്ധമില്ല. അല്ല, ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ സോഷ്യൽ മീഡിയ ആണല്ലോ നമ്മുടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു സയൻസാ. സമയമുണ്ടോ ഞാൻ പറഞ്ഞുതരാം. പിന്നെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റേഡിയേഷൻ എന്നുള്ള വാക്കാണ് ഇവിടെ എല്ലാം പ്രശ്നം ഉണ്ടാകും. ഈ മൈക്രോവേവ് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ എനർജിയും സഞ്ചരിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ടാണ്. അതിലിപ്പോൾ നമ്മൾ ഈ കാണുന്ന വിസിബിൾ ലൈറ്റ് എന്ന് നമ്മൾ എടുത്തു, അതും ഇതിനകത്ത് വരുന്ന ആ വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്തിലും താഴോട്ട് വരുന്ന വേവ്സ് ഉണ്ട്. അവിടെയാണ് ഈ റേഡിയോ വേവ്, മൈക്രോവേവ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ വരുന്നത്. ഈ വിസിബിൾ ലൈറ്റിനേക്കാളും നമ്മൾ കാണുന്ന ലൈറ്റിനേക്കാളും കൂടുതൽ വേവ് ലെങ്തുള്ള റെഡിലേക്ക് പോകുമ്പോൾ നമ്മളെ ഇൻഫ്രാറെഡ്, എക്സ്റേ, ഗാമാ റേ, കോസ്മിക് റേസ് ഒക്കെ ഉണ്ട്.
അതിൽ ഈ എക്സ്റേയും ഗാമാറയും ഡേഞ്ചറസ് ആണ്. അത് ഏത് രീതിയിലുള്ളതാണെങ്കിലും മിനിമൽ ആണെങ്കിലും നമുക്കത് അപകടമുണ്ടാകും. എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DNA-ക്ക് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റും, ചേഞ്ച് വരുന്നത്. അപ്പോൾ അറിയില്ല, നമ്മൾ ആദ്യം ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു. DNA-ക്ക് ഡാമേജ് ഉണ്ടായാലേ ക്യാൻസർ വരുള്ളൂ. അപ്പം എക്സ്റേയും ഗാമാറയുമാണ് നമുക്ക് അപകടകാരികൾ. അത് നമ്മുടെ ശരീരത്തിൽ വീണാൽ നമുക്ക് അപകടമാണ്. അപ്പം അതിനാണ് നമ്മൾ എപ്പോഴും റേഡിയേഷൻ എന്നുള്ള വാക്ക് കേൾക്കുന്നത്. എന്നാൽ ഇങ്ങേയറ്റത്തുള്ള ഈ നിരുപദ്രവകാരികളായ ഈ സാധനങ്ങൾ, റേഡിയോ വേവ്സ്, മൈക്രോവേവ് തുടങ്ങിയ സാധനങ്ങൾ, അതുകൊണ്ട് നമുക്ക് മാക്സിമം ഉള്ളതെന്ന് വെച്ചാൽ കുറേ നമ്മുടെ ശരീരത്തിൽ ഏൽക്കുവാണെങ്കിൽ ആ ഭാഗം കുറച്ച് ചൂടാവും. അതൊഴിച്ചാൽ ഇതിനെക്കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, വളരെ സേഫാണ്. അതാണ് ഈ മൊബൈൽ ഫോൺ, അതിനും ഇതാ ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫോൺ ആൾക്കാർക്ക് പേടിയുള്ളതാണ്. ഒരു രീതിയിലും അത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നില്ല. അത് ടവർ ഉണ്ടായാലും ചെവി വെച്ചാലും അടുത്ത് വെച്ച് കിടന്നുറങ്ങിയാലും പോക്കറ്റ് ഇട്ടാലും ഒന്നും ഒരു പ്രശ്നമില്ല. മാക്സിമം ഈ പറഞ്ഞ പോലെ പോക്കറ്റ് ഇട്ട് ഒത്തിരി ചൂടായാൽ ചിലപ്പോൾ ചൂടാവും എന്നുള്ളതല്ല. അപ്പോൾ അതേ സെയിം പ്രിൻസിപ്പിളിലാണ് ഈ മൈക്രോവേവും ഉപയോഗിക്കുന്നത്. നമ്മൾ മൈക്രോവേവ് കഴിക്കുന്ന വല്ലാതെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ള, മൈക്രോവേവിംഗ് ആണ് ഏറ്റവും ഹെൽത്തിയസ്റ്റ് ഫോം ഓഫ് കുക്കിംഗ്. അതുകൊണ്ട് ഒരു രീതിയിലും പ്രശ്നമുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ എക്സ്റേന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ നമ്മളൊരു ബോഡിയുടെ പാർട്ട് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എക്സ്റേസ് എടുക്കുമ്പോൾ അത് ഇതുമായിട്ട് പ്രഗ്നന്റ് ആൾക്കാർക്ക് നോ എക്സ്റേ, ദാറ്റ് ഈസ് അത് നമുക്ക് ഒരു രീതിയിലും പറ്റില്ല. പ്രഗ്നന്റ് ആൾക്കാർക്ക് ഒരു രീതിയിലും എക്സ്റേ വെച്ചുള്ള പരിശോധനകൾ നമ്മൾ നടത്താറില്ല. പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഡോസ് അല്ല നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് മെഡിക്കൽ എക്സ്റേസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു രീതിയിലും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ മൊബൈൽ ഫോണിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല സാർ, എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പോക്കറ്റിൽ മൊബൈൽ വെച്ചുകൊണ്ടാണ് ലങ് ക്യാൻസർ ഉണ്ടാവുന്നത്. അത് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ പാന്റിന്റെ പോക്കറ്റിൽ വെക്കുന്നത്. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു മിത്താണ് അല്ലേ? ഫുൾ മിത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സയൻസ് പറഞ്ഞത്. ശരി. അതുപോലെ തന്നെ ഇപ്പൊ എയർ ഫ്രയർ, ഇപ്പൊ റീസെന്റ് വരുന്ന ഒരു സാധനമാണല്ലോ, നമ്മൾ എണ്ണയിൽ സാധനങ്ങൾ ഉണ്ടാക്കാതെ എയർ ഫ്രയർ ചെയ്യുക. അതും റീസെന്റ് ആയിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്യാൻസറസ് ആണ്. അങ്ങനെ ഒരു എയർ ഫ്രയർ വളരെ സേഫ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് മെത്തേഡാണ് നമുക്ക്. കാരണം എണ്ണ കുറച്ച് ഉപയോഗിച്ച് നമുക്ക് അവനെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എയർ ഫ്രയർ ഒരു എന്താ പറയുക സേഫ് കുക്കിംഗ് മെത്തേഡായിട്ടാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് എയർ ഫ്രയറിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കാതിരിക്കുക എന്നതാണ്, വെജിറ്റേറിയൻ സാധനങ്ങൾ. അപ്പോൾ അത് ഹൈ ടെമ്പറേച്ചർ കുക്കിംഗ് ആണ്. അതിൻ്റെ അകത്ത് അക്രിലാമൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ടാവും. അതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ കുക്ക് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഈ ഓയിലിൽ ഈ ചൂടോടുകൂടി കുക്ക് ചെയ്യുന്ന ഫ്രൈസ് ബേസിക്കലി കൊള്ളൂല എന്ന് തോന്നുന്നു. ഫ്രഞ്ച് ഫ്രൈസ് ബേസിക്കലി അതൊരു അപകടകാരിയാണ്. നമ്മളിപ്പോൾ ചിലരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ന്യൂ സ്മോക്കിംഗ് എന്നാണ് പറയുന്നത് ഫ്രഞ്ച് ഫ്രൈസ്. അതായത് നമുക്കറിയാം, നമ്മൾ സ്മോക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വൺ ഓഫ് ദി ന്യൂ സ്മോക്കിംഗ് എന്ന് പറയുന്നത് ഈ ഫ്രഞ്ച് ഫ്രൈ തീറ്റയാണെന്നാണ് പറയുന്നത്. അതെന്താ അതിന്റെ പുറയിലുള്ള സയൻസ്? ബിക്കോസ് ഇത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ നമ്മൾ ചൂടെണ്ണയിൽ ഇങ്ങനെ കോരി എടുക്കുന്നു എന്നുള്ളൊരു മാത്രമല്ലേ ഉള്ളൂ. അവിടെയാണ് പ്രശ്നം. പൊട്ടറ്റോ ഇഷ്ടമാണെങ്കിൽ സ്മാഷ്ഡ് ആയിട്ടോ പുഴുങ്ങിയോ കറി വെച്ചോ ഒക്കെ കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ രണ്ട് കാര്യങ്ങളാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് വരുമ്പോൾ. ഒന്ന്, ഇത് ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അക്രിലാമൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഫോം ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുതലുള്ളതുകൊണ്ടാണ്. ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്താലേ നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ആണെങ്കിലും ചിപ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും വെറും ചിപ്സ് ആണെങ്കിലും അല്ല ഹൈ ടെമ്പറേച്ചർ കുക്കിങ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അക്രിലാമൈഡ് ഉണ്ടാവും. അക്രിലാമൈഡ് ഈസ് എ കാർസിനോജൻ. അപ്പോൾ അതുകൊണ്ട് പിന്നെ രണ്ടാമത് ഈ എണ്ണ ഈ റിപ്പീറ്റഡ് ആയിട്ട് ഇതിൻ്റെ അകത്തിട്ട് ചെയ്യുന്നതും നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് പൊട്ടറ്റോ ചിപ്സ് ഒരു രീതിയിൽ നമ്മൾ റെക്കമെൻഡഡോ അല്ല. നമ്മുടെ കുട്ടികൾ ഒരു കാരണവശാലും കൊടുക്കരുതാത്ത ഒരു ഭക്ഷണത്തിൽപ്പെടുന്നതാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞ പൊട്ടറ്റോ ചിപ്സ്. ഇവിടെയുള്ള എല്ലാവരും അത് കേട്ടിട്ട് പൊട്ടറ്റോ ഇഷ്ടമാണെങ്കിൽ കഴിച്ചോ, സ്മാഷ് ചെയ്തോ പുഴുങ്ങിയോ അല്ലെ നമ്മുടെ കറിയായിട്ടോ കഴിച്ചു, കുഴപ്പമില്ല. അല്ല, ഭയങ്കര ചീപ്പായിട്ട് ഇപ്പൊ എല്ലായിടത്തും KFC ആണെങ്കിലും മെക്ഡിയിലാണെങ്കിലും വളരെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണല്ലോ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് അവർ അസുഖമിക്കുകയാണ്. അതെ. അതുപോലെ തന്നെ ഇപ്പൊ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത്, അപ്പൊ കാറിൽ വെച്ചിട്ട് ചൂടാവുന്നുണ്ടല്ലോ ആ ബോട്ടിൽ. അപ്പൊ അതിൽ കുടിക്കുന്ന ഈ വെള്ളം കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവാം എന്നുള്ളൊരു അത് ശരിയാണ്. നമ്മുടെ ഡിസ്പോസിബിൾ വാട്ടർ ബോട്ടിൽസ് നമുക്ക് കിട്ടുന്ന അത് സിംഗിൾ യൂസ് ആണ്, ഒരു കാരണവശാലും റീയൂസ് ചെയ്യാൻ പാടില്ല. രണ്ടാമത് ഇതുപോലെ വെയിലത്ത് അത് കിടക്കുന്ന ഒരു രീതിയിൽ ഈവൻ അവർ ട്രാൻസ്പോർട്ടേഷനിൽ പോലും അവർ വെയിലത്ത് വെച്ചാൽ കൊണ്ടുവരാൻ പാടില്ല. കാരണം അതുപോലെ അത് വളരെ ചീപ്പ് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നുള്ള ഒത്തിരി സാധനങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് പിന്നെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും. അത് നമുക്ക് ഈ ക്യാൻസർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റില്ല, പക്ഷെ പല അസുഖങ്ങൾക്കും അത് കാരണമാണ്. അതുകൊണ്ട് വെള്ളം ഈ പറഞ്ഞ പോലെ കാരണത്ത് വെച്ച് ഇതുപോലെ ചൂടാക്കാൻ പറ്റില്ല. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ എന്താ പറയുക, നമ്മളതിൻ്റെ ആ ബോട്ടിലിൻ്റെ അടിയിൽ നോക്കിയ ഒരു നമ്പർ ഉണ്ടാവും, 1 to 7 വരെ ഉണ്ട്. അതിൽ ആ ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2, 4 and 5 ആണെന്ന് തോന്നുന്നു. ആ 3 നമ്പേഴ്സാണ് നമുക്ക് പിന്നെ സേഫ് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് എന്നത്.
ബാക്കിയുള്ള ഒരു നമ്പറാണെങ്കിലും നമ്മൾ അതിൻ്റെ അകത്ത് ഭക്ഷണം കുടിക്കാനോ കഴിക്കാനോ ഉപയോഗിക്കരുത്, സ്റ്റോർ ചെയ്യാനോ ഉപയോഗിക്കരുത്. ഇതിപ്പോ നമ്മൾ വെള്ളം കുടിച്ച് കാറിൽ വെച്ച് പിന്നെ 2 ദിവസം കഴിഞ്ഞ് അതേ വെള്ളം എടുത്ത് കുടിക്കുകയാണല്ലോ ചെയ്യുന്നത്. അത് ശരിക്കും ഒരു ചെറിയൊരു വിഷം കൂടിയാണ്. വിഷം കൂടിയാണ് അല്ലേ.